ഓം ശാന്തി. ഇന്ന് വിഷു ദിവസമാണല്ലോ. എല്ലാവരും സന്തോഷം നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ, ആനന്ദം അനുഭവിക്കുന്ന ഒരു ഉത്സവ ദിനം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും, എല്ലാ ആത്മീയ സഹോദരി സഹോദരങ്ങൾക്കും വിഷു ആശംസകൾ. ഈ വിഷു ദിവസത്തിൽ സിസ്റ്ററുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന 5000-ലധികം വരുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും, സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഒരു പ്രത്യേക വിഷു ആശംസകൾ നൽകാനാണ്. കേരളത്തിലെല്ലാവരും ഇന്ന് വിഷുക്കണി ഒരുക്കി, വിഷുക്കണി കണ്ട്, പടക്കം പൊട്ടിച്ച്, മത്താപ്പും പൂത്തിരിയും ലാത്തിരിയെല്ലാം കത്തിച്ച്, വിഷു പുടവയുടുത്ത്, വിഷു സദ്യ ഉണ്ട്, വിഷു കൈനീട്ടം വാങ്ങി വിഷു ആഘോഷിക്കുന്ന ഒരു സുവർണ്ണ നിമിഷമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വിഷുവിനെക്കുറിച്ച് കുറച്ച് ആത്മീയ രഹസ്യങ്ങളും അതിൻ്റെ ആഴങ്ങളും നമുക്ക് മനസ്സിലാക്കാം. വിഷു ഒരു കാർഷിക ഉത്സവം കൂടിയാണ്. കാർഷിക വർഷത്തിൻ്റെ തുടക്കമാണ് വിഷുദിനം. അതുകൊണ്ട് കേരളം മാത്രമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെ പല പേരുകളിലുള്ള ഉത്സവം ആഘോഷിക്കുന്നുണ്ട്. ഇതിൽ ആസാമികൾ ആഘോഷിക്കുന്ന ബിഹു എന്ന ഉത്സവം ഇതിനോട് തുല്യത പുലർത്തുന്നതാണ്. അതുപോലെ ഉഗാദി എന്ന പേരിൽ കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. വൈശാഖി എന്ന പേരിൽ പഞ്ചാബിൽ ആഘോഷിക്കുന്നുണ്ട്. ഇനിയും പല സ്ഥലത്തും ഇതുപോലെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഉത്സവം കാർഷിക വർഷത്തിൻ്റെ ഒരു പുതുതുടക്കം പോലെ, കൃഷി ഇറക്കുന്നതിൻ്റെ ഉത്സവം, കൃഷിക്ക് സഹായിക്കുന്ന ആ മൃഗങ്ങളെയും കാളയും കലപ്പയും ഭൂമീനെയും വിത്തിനെയും ഒക്കെ പൂജിച്ചുകൊണ്ട് വളരെ ആനന്ദത്തോടു കൂടി, ഉത്സവത്തോടു കൂടി ജീവിതത്തിലേക്കുള്ള സർവ്വ ഐശ്വര്യങ്ങളെയും ആഹ്വാനം ചെയ്യുന്ന കർമ്മമായ കൃഷിപ്പണിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു സ്മൃതി കൂടിയാണ് ഈ വിഷു ആഘോഷം എന്ന് പറയുന്നത്. വിഷു എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഉത്സവത്തിന് വിളിക്കാൻ കാരണം? ശരിക്ക് വിഷുവൽ എന്ന് പറയുന്ന സംസ്കൃത ശബ്ദത്തിൽ നിന്നാണ് വിഷു എന്ന് വന്നിരിക്കുന്നത്. വിഷുവൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സമത്വം എന്നർത്ഥം, തുല്യം എന്നർത്ഥം. അപ്പോൾ വിഷുവിൻ്റെ ശുഭമുഹൂർത്തം തന്നെ കുറിക്കുന്നത് എങ്ങനെയാണ്? മേടമാസത്തിൽ സംക്രമം ശേഷം വരുന്ന പകൽ ദിവസമാണ് വിഷു ആഘോഷിക്കാം. തുല്യമായി രാത്രിയും പകലും വരുന്ന ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ പകലാണ് വിഷുവായിട്ട് ആഘോഷിക്കുക. അതിൽ വിഷുക്കണി കാണേണ്ടത് വിഷു ദിവസം പുലർച്ചെ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ 4-നും 5-നും ഇടയിലാണ് വിഷുക്കണി കാണുക. വീട്ടിലെ അമ്മ ആരാണോ അവർ തലേദിവസം തന്നെ വിഷുക്കണിയെല്ലാം ഒരുക്കി വെച്ച് എല്ലാവരെയും കണ്ണുപൊത്തി, എവിടെയാണോ വിഷുക്കണി ഒരുക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ മുന്നിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തി കണ്ണു തുറന്ന് നോക്കുമ്പോൾ തന്നെ ആ നിറഞ്ഞിരിക്കുന്ന ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന വിഷുക്കണി കണ്ടിട്ടാണ് നമ്മൾ കണ്ണു തുറക്കുക. വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കുക? ഒരു ഓട്ടുരുളിയിലാണ് പൊതുവെ പണ്ട് തൊട്ട് വിഷുക്കണി ഒരുക്കുക. അല്ല, ഓട്ടുരുളി എന്നെ നിർബന്ധമില്ല. ഏതെങ്കിലും നല്ല വലിയൊരു പാത്രം, ഓട്ടുരുളി ഇല്ലാത്തവരാണെന്ന് വെച്ചാൽ ഓട്ടുരുളി വാങ്ങിയാലേ വിഷുക്കണി ഒരുക്കാവൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷേ പണ്ട് തൊട്ട് ഒരുക്കാറുള്ളത് ഓട്ടുരുളിയിലാണ്. ഓട്ടുരുളിയിൽ ഉണക്കലരി ഇടും, പിന്നെ അതിൽ ധനം, വെറൈറ്റി ധാന്യങ്ങൾ, പൊന്ന്, പുടവ, ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറി വർഗ്ഗങ്ങൾ എല്ലാം നമ്മൾ ഒരുക്കും. പിന്നെ ശ്രീകൃഷ്ണനെയാണ് എല്ലാവരും വയ്ക്കുക. കൃഷ്ണനെ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലോ. ഏത് ദൈവരൂപം വേണമെങ്കിലും വയ്ക്കാം. പക്ഷേ പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ശ്രീകൃഷ്ണനെ കാണുമ്പോൾ തന്നെ മോഹനൻ എന്നല്ലേ ഭഗവാന്റെ പേര് തന്നെ. മനസ്സിനെ മയക്കുന്നവൻ, കന്യകളുടെ നാഥൻ എന്നൊക്കെയുള്ള രീതിയിൽ കണ്ണൻ, മോഹനൻ എന്നൊക്കെ കൃഷ്ണനെ പറയാറില്ലേ. ആ കൃഷ്ണ വിഗ്രഹം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഉത്സാഹവും ഉന്മേഷമൊക്കെ കിട്ടുന്നൊരു പ്രതീകമാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണനെയാണ് പൊതുവെ വിഷുക്കണിക്ക് വയ്ക്കുക. പിന്നെ പട്ട് വയ്ക്കും, പൊന്ന് വയ്ക്കും. വിഷുക്കണിക്കൊന്ന ആ മഞ്ഞ നിറത്തിൽ സ്വർണത്തിൻ്റെ സ്മൃതി ഉണർത്തുന്ന വിഷുക്കണിക്കൊന്ന പൂക്കൾ അതും വളരെ പ്രധാനമാണ്. നിലവിളക്കിൻ്റെ പ്രകാശത്തിൽ പുരാണങ്ങൾ വയ്ക്കാറുണ്ട്. സ്വർണം വയ്ക്കും, വാൽക്കണ്ണാടി വയ്ക്കും. ഇങ്ങനെ ഇതെല്ലാം നിറഞ്ഞ സർവ്വ കാർഷിക വിളകളും ധാന്യവിളകൾ, ധാന്യങ്ങളും അതുപോലെ തന്നെ പൊന്നും പണവും പട്ടും പുടവയും ഒക്കെ വെച്ച് സമൃദ്ധിയുടെ ഒരു പ്രതീകമായിട്ട് അന്ന് രാവിലെ കണി കൊണ്ടുണരുന്നു.
കാരണം കണി എങ്ങനെയാണോ അതുപോലെയാണ് ആ ദിവസം മുഴുവൻ എന്നല്ലേ നമ്മൾ വിശ്വസിക്കാറ്. പലപ്പോഴും ചോദിക്കാറില്ലേ ഇന്ന് ആരെ കണി കണ്ട് ഉണർന്നേ എന്ന്. അപ്പോൾ കണി ഇന്ന് ആരെ കാണുന്നോ, കണ്ണ് തുറക്കുമ്പോൾ എന്ന് കാണുന്നോ അന്ന് ആ ഒരു ദിവസത്തിൻ്റെ മുഴുവൻ ഫലമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ട്. അതുപോലെയാണ് വിഷുക്കണി കേരളീയർ വിശ്വസിക്കുന്നതും. ആ ദിവസം മിക്ക കേരളീയരും അത്രയും പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ വീട്ടിൽ വരാതിരിക്കുള്ളൂ. സ്വന്തം വീട്ടിലെത്തി വിഷു പുടവ് കൊടുത്ത് വിഷുക്കൈനീട്ടം മൂത്തവരിൽ നിന്ന് വാങ്ങി വിഷുസദ്യ ഒന്നിച്ചിരുന്നുണ്ട് വിഷുക്കണി കണ്ട് കണ്ണ് തുറന്ന് ആ ഒരു വർഷത്തേക്ക് മുഴുവൻ അതുപോലത്തെ ഐശ്വര്യങ്ങൾ തരണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ആ വർഷത്തേക്കുള്ള മുഴുവൻ ദിവസങ്ങൾക്കും അതുപോലെ ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആ വിഷുക്കണിയോടെയാണ് ഒരു വർഷം ആരംഭിക്കുന്നത്. ഇതുപോലെ തന്നെ കാർഷികോത്സവമായിട്ടും കാർഷിക വർഷത്തിൻ്റെ ആരംഭമായിട്ടും കൃഷി ഇറക്കാനും അന്നത്തെ ദിവസം പലയിടങ്ങളിലും ആരംഭിക്കാറുണ്ട്. കാളയെ പൂജിക്കും, കലപ്പ പൂജിക്കും. അതുപോലെ സന്തോഷത്തോടു കൂടി വിത്തും കൊണ്ട് ആദ്യം പോയി നിലമുഴുത് അങ്ങനെ വാഴത്തൈ നടുക, തെങ്ങും തൈ നടുക, മാവും തൈ നടുക, അങ്ങനെ പുതിയ പുതിയ ഫലവൃക്ഷങ്ങളും കൃഷികളൊക്കെ ഇറക്കുന്നതിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ ദിവസമായിട്ട് ആഘോഷിക്കാറുണ്ട്. കാരണം ക്ലൈമറ്റും അത്ര നല്ലതാണ്. ഈ സമയം വിഷു കഴിഞ്ഞ സമയം, വിഷു കഴിഞ്ഞാൽ വേനലില്ല എന്നാണ് പണ്ടത്തെ സങ്കല്പം. അപ്പോൾ വിഷു കഴിഞ്ഞോടുകൂടി ഭൂമിയിലേക്ക് ഒന്ന് എഴുതി മറച്ച് വിത്തൊക്കെ നട്ട് വിത്തൊക്കെ മുളച്ച് പിന്നെ വേരൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴേക്കും വർഷക്കാലമാകുമ്പോഴേക്കും ഏത് കാറ്റും മഴയും പിടിച്ചു നിൽക്കാൻ അവസ്ഥയിലേക്ക് ചെടി ഉയർന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു നല്ല കാർഷിക വർഷത്തിൻ്റെ ആരംഭം കൂടിയാണ് ഉത്സവമായിട്ട് വിഷുവിനെ ആഘോഷിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ ആഘോഷിക്കുന്ന നമ്മുടെ ഈ വിഷുവിൽ ഒരുപാട് ആധ്യാത്മിക രഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ ആധ്യാത്മിക രഹസ്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് വരാം. വിഷുക്കണിയിൽ ഒരുക്കുന്ന ഒരു പ്രധാന ഐറ്റമാണ് വാൽക്കണ്ണാടി. അതുപോലെ പൊന്ന് അല്ലെങ്കിൽ കണിക്കൊന്ന പൂക്കൾ, സ്വർണത്തിൻ്റെ സ്മൃതി ഉണർത്തുന്ന കണിക്കൊന്ന പൂക്കൾ, അതുപോലെ ഭഗവാന്റെ രൂപം, വിളക്ക്, നിലവിളക്കിൻ്റെ പ്രകാശത്തിലാണ് വിഷുക്കണി കാണുന്നത്. ശരിക്കും എന്താണ് വാൽക്കണ്ണാടി തരുന്ന രഹസ്യം? കണ്ണാടിയിലത്തെ ആത്മീയ രഹസ്യം എന്താണ്? കണ്ണാടിയിൽ നോക്കുക എന്ന് വെച്ചാൽ നമ്മളെ നോക്കുക എന്നർത്ഥം. മഹാന്മാരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, നീ നിന്നെ അറിയുക, എല്ലാം നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കും, ലോകം മുഴുവൻ സ്വന്തമാക്കാൻ സാധിക്കും. നോ ദൈ സെൽഫ്, നീ നിന്നെ അറിയുക. ഇങ്ങനെ പല ഗുരുക്കന്മാരും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിന്നെ അറിയുക എന്ന് സ്വയം അവനവൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമ്മളുടെ ഓരോരുത്തരുടെ വ്യക്തിത്വം സ്വർണം പോലെ ശ്രേഷ്ഠമായി തീരും. ഈ സ്വർണം എന്നെടുത്ത് പറയാൻ എന്താ കാരണം? സ്വർണം എന്ന ലോഹത്തിൻ്റെ വിശേഷത അത് ഏറ്റവും വളരെ നല്ലൊരു ലോഹമാണ്. ബാഹ്യപ്രപഞ്ചത്തിൻ്റെ പ്രഭാവം ഏൽക്കാത്തൊരു നല്ല ലോഹം. ഇങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വർണവും വെള്ളിയും ചെമ്പും ഇരുമ്പും നമ്മൾ ഒരേ സ്ഥലത്ത് വെച്ചാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം, ഏതാനും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വർണം മാത്രം ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, മറ്റു ലോഹങ്ങളെല്ലാം കേടായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് നശിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെയാണ് നമ്മൾ ആത്മാ എന്നുള്ള സത്യം, നമ്മളാണ് ഈ ശരീരത്തിനെ ചലിപ്പിക്കുന്ന ചൈതന്യശക്തി ആത്മാവാണ് എന്ന സത്യം എപ്പോഴാണോ മനസ്സിലാകുന്നത്, അതോടുകൂടി ബാഹ്യപ്രപഞ്ചത്തിൻ്റെ പ്രഭാവത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്നും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. അതിൻ്റെ ഓർമ്മയാണ് നമ്മൾ വാൽക്കണ്ണാടിയും അതുപോലെ തന്നെ കണിക്കൊന്ന പൂവും സ്വർണ്ണമൊക്കെ വയ്ക്കുന്നത്. ഇതെപ്പോഴാണ് സാധ്യമാകുന്നത്? ഈശ്വരൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ കണി കാണുന്നത്. എപ്പോഴാണോ സർവേശ്വരൻ ഈ സൃഷ്ടി, സർവേശ്വരൻ്റെ ഈ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്, ആ സമയത്താണ് നമുക്കിത് പ്രവർത്തിക്കാൻ സാധിക്കുക. ആ സമയമാണ് രാത്രിയും പകലും ഒന്നിക്കുന്നതിൻ്റെ ശുഭദിനത്തിൻ്റെ ബ്രഹ്മമുഹൂർത്തം. എല്ലാ ദിവസങ്ങളിലും ബ്രഹ്മമുഹൂർത്തമുണ്ട്. അതിവെളുപ്പാങ്കാല സമയത്തിനെ നമ്മൾ ബ്രഹ്മമുഹൂർത്താണെന്ന് പറയാം. പക്ഷേ കൃത്യം സമമായിട്ട് രാത്രിയും പകലും കഴിഞ്ഞു വരുന്ന ആ ബ്രഹ്മമുഹൂർത്തം, അതാണ് അതിവിശിഷ്ടമായ സമയം. ഇത് സൃഷ്ടിയിലും പരിധിയില്ലാത്ത രാത്രിയുടെയും പരിധിയില്ലാത്ത പകലിൻ്റെയും സമാഗമമായിരിക്കുന്ന വിശിഷ്ട സമയം. ആ സമയത്തിന് ഈ സൃഷ്ടിയിൽ അറിയപ്പെടുന്നത് സംഗമയുഗം എന്നാണ്. അഥവാ ഈ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന രാത്രിയും പകലും തുല്യമായി സംഗമിക്കുന്ന ആ സമയം ബ്രഹ്മമുഹൂർത്തം, ഇത് ഇപ്പോൾ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കലികാലത്തിൻ്റെ അവസാനവും ഈ സൃഷ്ടിയിൽ ഗുണങ്ങൾ നിറഞ്ഞൊരു സൃഷ്ടിയുടെ ആരംഭവും രണ്ടും ചേരുന്ന ആ ഒരു ദിവ്യമുഹൂർത്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് സർവശക്തിവാനാകുന്ന പരമാത്മാവിൻ്റെ ജ്ഞാനപ്രകാശത്തിൽ ഏതാത്മാക്കളാണോ തൻ്റെ ജീവിതത്തിലെ കർമ്മകൃഷിയെ ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ കൃഷിയാക്കി മാറ്റുന്നത്, അവരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായിരിക്കും. കാരണം ജീവിതം എന്ന് പറയുന്നത് കർമ്മകൃഷിയുടെ ഒരു റിസൾട്ടാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നോ അതിൻ്റെ തുല്യവും വിപരീതവുമായ ഫലം അനുഭവിക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്,
വിശ്വസിക്കുന്നുണ്ട്, സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും കർമ്മത്തിൽ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം, അഥവാ ശ്രദ്ധിക്കാൻ അറിയുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഈ സൃഷ്ടിയുടെ ശുഭമുഹൂർത്തത്തിൽ, പരിധിയില്ലാത്ത രാത്രിയും പകലും സമാഗമിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രേഷ്ഠ ഗുണങ്ങളെ നമ്മുടെ കർമ്മത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ജ്ഞാനം, സ്നേഹം, ശാന്തി, പവിത്രത, ക്ഷമ ഇങ്ങനെയുള്ള ദിവ്യഗുണങ്ങൾക്ക് ആധാരമായ രീതിയിൽ ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിത്യവൃത്തി ചെയ്യുകയാണെങ്കിൽ ജീവിതം ശ്രേഷ്ഠ കർമ്മങ്ങളുടെ കൃഷിയുടെ റിസൾട്ട് തരുന്ന സമ്പൽ സമൃദ്ധി, സ്നേഹവും ഐശ്വര്യവും ധനവും ആരോഗ്യവും എല്ലാം നിറഞ്ഞ സന്തുഷ്ട കുടുംബങ്ങളുള്ള ഒരു കുടുംബങ്ങളായി, സൃഷ്ടിയായി, പ്രപഞ്ചമായി നമ്മുടെ ഈ പ്രപഞ്ചം മാറും. അങ്ങനെ ഈ വർഷം ഈ ശുഭദിനമായിരിക്കുന്ന വിഷുവിൻ്റെ ശുഭമുഹൂർത്തത്തിൽ നിങ്ങൾ ഓരോരുത്തരും സ്വയം ആത്മാ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് അവനവൻ്റെ ഗുണങ്ങളിൽ സ്വർണം പോലെ ശ്രേഷ്ഠമായ തങ്ക സ്വഭാവങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് പരമാത്മാവിൻ്റെ ജ്ഞാന വെളിച്ചത്തിൽ ആ സ്മൃതിയിൽ ഒരു സമ്പൽ സമൃദ്ധമായ ജീവിതം നയിക്കാൻ ആരംഭിക്കുന്ന ശുഭമുഹൂർത്തമായി മാറട്ടെ.